കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 48 വരെയുള്ള വളരെ മനോഹരമായ വചനവാക്യമാണ്. വിശ്വസ്തതയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ ദൗത്യവും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടുണ്ട്. നാം ഈ ലോകത്തിന്റെ ഉടമകളല്ല. ദൈവം ഏൽപ്പിച്ച അനുഗ്രഹങ്ങളുടെ പരിപാലകരാണ് നമ്മൾ ഓരോരുത്തരും. പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ ഉപമ ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? യേശുവിന്റെ മറുപടി എല്ലാവരെയും സ്പർശിക്കുന്നതാണ്. കാരണം ഈ സന്ദേശം വൈദികർക്കും സന്യാസികൾക്കും മാത്രമല്ല, ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും വേണ്ടിയുള്ളതാണ്. എന്നിട്ട് യേശു പറഞ്ഞു, വിശ്വസ്തനും വിവേകിയുമായ ദാസൻ ഭാഗ്യവാൻ. ദൈവം നമ്മുടെ കഴിവുകളെയോ സമ്പത്തിനെയോ മാത്രം നോക്കുന്നില്ല, നമ്മുടെ വിശ്വസ്തതയാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കുടുംബം, മക്കൾ, ആരോഗ്യം, സമയം, ജോലി, വിശ്വാസം, സഭ, ശുശ്രൂഷ, ഇവയെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ്. ഒരു നാൾ അവയെക്കുറിച്ച് ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. ഈ വചനത്തിലെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് ഇതാണ്: ആർക്ക് വളരെ കൊടുത്തുവോ അവനിൽ നിന്ന് വളരെ ചോദിക്കും. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനാണ്. നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെയും കരുണയുടെയും സേവനത്തിന്റെയും സാക്ഷ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ പലരും ദൈവത്തെ മറന്ന് ജീവിക്കുന്നു. എന്നാൽ യേശു പറയുന്നു, കർത്താവ് പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരായി, വിശ്വസ്തരായി, സ്നേഹത്തോടെ സേവിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവജനത്തിലുള്ള ആഹ്വാനം ഇതാണ്: 1, കുടുംബത്തിൽ വിശ്വസ്തരാവുക. 2, ജോലി സ്ഥലത്ത് സത്യസന്ധരാകുക. 3, സഭയിൽ സേവന മനോഭാവമുള്ളവരാവുക. 4, ദരിദ്രരെയും രോഗികളെയും അവശരെയും കരുതുക. 5, ദൈവം ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വവും സന്തോഷത്തോടെ നിറവേറ്റുക. അപ്പോൾ കർത്താവ് വരുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്ന അനുഗ്രഹീതമായ വാക്കുകൾ കേൾക്കുവാൻ സാധിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു, വലിയ കാര്യങ്ങളുടെ മേൽ ഞാൻ നിന്നെ നിയമിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ച കുടുംബത്തോടും ശുശ്രൂഷയോടും ഉത്തരവാദിത്തങ്ങളോടും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും സാക്ഷ്യമാകട്ടെ. നീ വരുന്ന ദിവസം സന്തോഷത്തോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആമീൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ